ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോയിൽ ഹോം സയൻസിലെ ഫുഡ് സയൻസ് എന്ന ടോപ്പിക്കിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹോം സയൻസ് നെറ്റ് എക്സാമിനും അതുപോലെ CDPO എക്സാമിനും ICD സൂപ്പർവൈസറിനും ഒക്കെ യൂസ്ഫുൾ ആവുന്ന ഫുഡ് സയൻസ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ അന്ന് നമ്മളൊരു 20 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ബാക്കി 30 ക്വസ്റ്റ്യൻ, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 30 ക്വസ്റ്റ്യൻസ് കൂടാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫുഡ് സയൻസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസും ബേസിക് ആയിട്ടുള്ള ലെവലിലാണ്. നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് എന്താണെന്ന് കാണുക. കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് കാണാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ സജസ്റ്റഡ് ദ വേർഡ് പ്രോട്ടീൻ? പ്രോട്ടീൻ എന്ന വാക്ക് സജസ്റ്റ് ചെയ്തത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഓപ്ഷൻസ് ഉണ്ട്. എ ഹൾഡർ, ബി മൾഡർ, സി ഹോൾഡർ, ഡി മോൾഡർ. അപ്പം പ്രോട്ടീൻ എന്ന വാക്ക് സജസ്റ്റ് ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ഓപ്ഷൻ ബി മൾഡർ. അപ്പോൾ ഓപ്ഷൻ ബി മൾഡർ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി 22nd ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൗ മെനി അമിനോ ആസിഡ്സ് ആർ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്? ആക്ച്വലി കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ 9 ടോട്ടൽ 20 അമിനോ ആസിഡ്സ് ആണുള്ളത്. അതിൽ 9 എണ്ണമാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 7, 5, 8, 6 അങ്ങനെയാണ്. 9 ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പം നമുക്ക് 9 കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് പറയാം. അപ്പം ഈ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹിസ്റ്റിഡിൻ, ഐസോല്യൂസിൻ, ല്യൂസിൻ, ലൈസിൻ, മെഥിയോനൈൻ, ഫീനൽ അലാനിൻ, ട്രിയോനൈൻ, ട്രിപ്റ്റോഫാൻ, വലൈൻ, അങ്ങനെയാണ് പേരുകൾ ഈ 9 അമിനോ ആസിഡ്സിൻ്റെ, എസെൻഷ്യൽ അമിനോ ആസിഡ്സിൻ്റെ. മൊത്തം 20 അമിനോ ആസിഡ്സ് ആണ് വരുന്നത്. അതിൽ 9 എണ്ണമാണ് എസെൻഷ്യൽ, ബാക്കി 11 എണ്ണം നോൺ എസെൻഷ്യൽ. ഈ എസെൻഷ്യൽ എന്ന് പറയാനുള്ള റീസൺ നമ്മുടെ ബോഡിക്ക് അതിനെ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഡയറ്റിലൂടെ, നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരണം. അതുകൊണ്ടാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് വൈറ്റമിൻ ഈസ് എസെൻഷ്യൽ ഫോർ വിഷൻ? കാഴ്ചയെ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും അറിയാവുന്ന ആൻസറാണ്. നമ്മൾ എപ്പോഴും പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വൈറ്റമിൻ ഡി, ഓപ്ഷൻ ബി വൈറ്റമിൻ എ, ഓപ്ഷൻ സി വൈറ്റമിൻ ഇ, ഓപ്ഷൻ ഡി വൈറ്റമിൻ കെ. ഡൗട്ടൊന്നും വേണ്ട, വിഷന് സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ എ. അപ്പം ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈറ്റമിൻ ഡി ഹെൽപ്സ് ഇൻ അബ്സോർപ്ഷൻ ഓഫ്? വൈറ്റമിൻ ഡി എന്തിൻ്റെയൊക്കെ അബ്സോർപ്ഷനെയാണ് സഹായിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. വൈറ്റമിൻ ഡിയെ തന്നെയാണ് നമ്മൾ സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയുന്നത്. നമുക്ക് സൂര്യപ്രകാശത്തിലൂടെ ലഭിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അപ്പോൾ വൈറ്റമിൻ ഡി എന്തൊക്കെ അബ്സോർബ് ചെയ്യാനാണ് സഹായിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഓപ്ഷൻ തന്നിട്ടുണ്ട്. കാൽസ്യം, ഓപ്ഷൻ എ ആണ് കാൽസ്യം, ഓപ്ഷൻ ബി ഫോസ്ഫറസ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഡി നൺ ഓഫ് ദിസ്. ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. കാൽസ്യവും ഫോസ്ഫറസും അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. കാൽസ്യം ഫോസ്ഫറസും മിനറൽസിനകത്താണ് വരുന്നത്. അപ്പം ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് വൈറ്റമിൻ കെ? വൈറ്റമിൻ കെയുടെ പ്രധാനപ്പെട്ട റോൾ അഥവാ ഫങ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആൻറ്റി ഓക്സിഡൻറ്റ്, ഓപ്ഷൻ ബി ആൻറ്റി ഇൻഫ്ലമേറ്ററി, ഓപ്ഷൻ സി ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്, ഓപ്ഷൻ ഡി ഫോർമേഷൻ ഓഫ് ബോൺ. അപ്പം വൈറ്റമിൻ കെയുടെ പ്രധാനപ്പെട്ട ഫങ്ഷനാണ് ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. നമുക്ക് മുറിവൊക്കെ ഉണ്ടായാൽ പെട്ടെന്ന് ബ്ലീഡിങ്ങിൽ നിന്ന് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. 26ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട് ആസ് എ കോ എൻസൈം? എൻസൈംസ് ആയിട്ട് നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസത്തിനൊക്കെ സഹായിക്കുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ തൈമിൻ, ഓപ്ഷൻ ബി റൈബോഫ്ലേവിൻ, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ബോത്ത് എ ആൻഡ് ബി. തൈമിനും
റൈബോഫ്ലേവിനും. ബി കോംപ്ലക്സ് വൈറ്റമിനകത്ത് വരുന്നതാണ്. ഇത് രണ്ടും കോ എൻസൈമായിട്ട് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യും. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഇസ് റിക്വയർഡ് ഫോർ സിന്തസിസ് ഓഫ് DNA. നമ്മുടെ ബോഡിയിൽ DNA സിന്തസൈസ് ചെയ്യാൻ ഏത് വൈറ്റമിനാണ് സഹായിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ നിയാസിൻ, ഓപ്ഷൻ ബി ഫോളിക് ആസിഡ്, ഓപ്ഷൻ സി പിറിഡോക്സിൻ, ഓപ്ഷൻ ഡി സയനോകൊബാലമിൻ. അപ്പം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഫോളിക് ആസിഡ് ആണ്. നമുക്കറിയാം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ലേഡിക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൈറ്റമിനാണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. ആ ഒരു ടൈമിലൊക്കെ DNA സിന്തസൈസ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മച്ച് കാൽസ്യം ഇസ് പ്രസൻറ്റ് ഇൻ ദ ബോഡി. നമ്മുടെ ശരീരത്തിൽ എത്ര അളവിലാണ് കാൽസ്യം ഉള്ളതെന്നാണ്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 1200 ഗ്രാം, ഓപ്ഷൻ ബി 1500 ഗ്രാം, ഓപ്ഷൻ സി 1300 ഗ്രാം, ഓപ്ഷൻ ഡി 1400 ഗ്രാം. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ 1200 ഗ്രാം ആണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ ഉള്ള കാൽസ്യത്തിൻ്റെ അളവാണ് 1200 ഗ്രാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് പ്ലേസ് എ റോൾ ഇൻ ഫെസിലിറ്റേറ്റിംഗ് ദ ട്രാൻസ്പോർട്ട് ഓഫ് ഫാറ്റ്. ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന മിനറൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഓപ്ഷൻ എ കാൽസ്യം, ഓപ്ഷൻ ബി ഫോസ്ഫറസ്, ഓപ്ഷൻ സി മഗ്നീഷ്യം, ഓപ്ഷൻ ഡി പൊട്ടാസ്യം. അപ്പം ഫാറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന മെയിൻ ആയിട്ടുള്ള മിനറലാണ് ഓപ്ഷൻ ബി ഫോസ്ഫറസ്. അപ്പം ഇന്ന് നമുക്ക് മാക്സിമം ആദ്യത്തെ ഒരു 20 എണ്ണം, ഇന്നൊരു 30 എണ്ണം കൂടെ കൂട്ടി നമുക്കൊരു 50 ക്വസ്റ്റ്യൻസ് എങ്കിലും ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 30ാമത്തെ നോക്കാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് പൊട്ടാസ്യം വിത്തിൻ സെൽ. നമ്മുടെ സെല്ലിൽ പൊട്ടാസ്യത്തിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണെന്നാണ്. ഓപ്ഷൻ എ വരുന്നത് ഓസ്മോട്ടിക് പ്രഷർ, ഓപ്ഷൻ ബി ഫ്ലൂയിഡ് ബാലൻസ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ബോത്ത് എ ആൻഡ് ബി. ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഫ്ലൂയിഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും പൊട്ടാസ്യത്തിൻ്റെ ഫങ്ഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡെയിലി റിക്വയർമെൻറ്റ് ഓഫ് അയൺ ഇൻ കേസ് ഓഫ് ഫീമെയിൽസ്. സ്ത്രീകളിൽ ദിവസേന എത്ര ഗ്രാം അയൺ വേണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 2 to 3 ഗ്രാം, ഓപ്ഷൻ ബി 3 to 5 ഗ്രാം, ഓപ്ഷൻ സി 5 to 6 ഗ്രാം, ഓപ്ഷൻ ഡി 1 to 2 ഗ്രാം. അപ്പം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഡെയിലി റിക്വയർമെൻറ്റ് ആയതുകൊണ്ട് തന്നെ 2 to 3 ഗ്രാം 2 to 3 ഗ്രാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ അയണിൻ്റെ കേസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അഡോളസെൻറ്റ് ഗേൾസിൽ, അഡോളസെൻറ്റ് ബോയ്സിൽ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിൽ, ലാക്ടേറ്റിംഗ് ലേഡീസിൽ ഇവരിലൊക്കെ അയണിൻ്റെ അളവ് എത്രയാണ് വേണ്ടതെന്ന് നമ്മൾ പ്രത്യേകം നോക്കി പഠിച്ചിരിക്കേണ്ടതാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അയോഡിൻ ഈസ് ഫൗണ്ട് ഇൻ ഹ്യൂമൻ ബോഡി ഇൻ. നമ്മുടെ ഹ്യൂമൻ ശരീരത്തിൽ ഏത് ഭാഗത്താണ് അയോഡിൻ കാണുന്നത്, അല്ലെങ്കിൽ അയോഡിൻ്റെ റോള് കുറച്ച് കൂടുതലായിട്ട് എവിടെയാണ് വേണ്ടത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പാൻക്രിയാസ്, ഓപ്ഷൻ ബി തൈറോയിഡ്, ഓപ്ഷൻ സി പീനൽ, ഓപ്ഷൻ ഡി ഡിയോഡിനം. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിക്കാണ് അയോഡിൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യം. ഇനി അടുത്തത് വിച്ച് മിനറൽ ഈസ് ഫൗണ്ട് ഇൻ ഇൻസുലിൻ. ഇൻസുലിനിൽ കാണപ്പെടുന്ന മിനറൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സിങ്ക്, ഓപ്ഷൻ ബി ക്ലോറിൻ, ഓപ്ഷൻ സി അയോഡിൻ, ഓപ്ഷൻ ഡി പൊട്ടാസ്യം. അപ്പോൾ നമ്മുടെ ഇൻസുലിനിൽ കാണപ്പെടുന്ന മിനറൽ ഓപ്ഷൻ എ സിങ്ക് ആണ് നമ്മുടെ ഇൻസുലിനിൽ കാണപ്പെടുന്ന മിനറൽ. ഇനി നമുക്ക് 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ഈസ് ദ ടേം യൂസ്ഡ് ടു സിഗ്നിഫൈ എമൗണ്ട് ഓഫ് ഹീറ്റ് റിലീസ്ഡ് സോ ദാറ്റ് അവർ ബോഡി ക്യാൻ ഫങ്ഷൻ. നമ്മുടെ ബോഡി പ്രവർത്തിക്കാൻ, നമ്മുടെ ബോഡി നമ്മൾ ഫുഡൊക്കെ ഡൈജസ്റ്റ് ചെയ്യുമ്പോഴും അത് അബ്സോർബ് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ നമുക്ക് എനർജി മെയിനായിട്ടും ഹീറ്റ് ഫോമിലാണ്. നമ്മുടെ ബോഡി ഡൈജഷനൊക്കെ നടക്കുന്നത് ഒരു ഹീറ്റ് ഫോമിലാണ്. അപ്പം ഹീറ്റ് റിലീസ് ചെയ്ത് ആ ബോഡി ഫങ്ഷൻ ചെയ്യും. അപ്പം ഈ റിലീസ് ചെയ്യുന്ന ഹീറ്റിനെ ഏത് ടേമിലാണ് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ കാലറി, ഓപ്ഷൻ ബി വൈറ്റമിൻ, ഓപ്ഷൻ സി ജൂൾസ്, ഓപ്ഷൻ ഡി മിനറൽസ്. അപ്പം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ കാലറീസ് ആണ്. കാലറീസ് ഫോമിലാണ് നമ്മുടെ ബോഡിയിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എനർജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടുത്തത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 35ാമത്തെ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് BRM? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ബേസൽ മെറ്റബോളിക് റേറ്റ്,
ഓപ്ഷൻ ബി ബേസൽ മോർട്ടാലിറ്റീസ് റേറ്റ്, ഓപ്ഷൻ സി ബേസൽ മെറ്റേണിറ്റി റേറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. കൺഫ്യൂഷനൊന്നും വേണ്ട, ഇത് മനസ്സിലാക്കി കാണാതെ പഠിക്കേണ്ടതാണ്. BRM ഫുൾ ഫോമാണ് ബേസൽ മെറ്റബോളിക് റേറ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് അഫക്ട്സ് BMR? BMRനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ്. ഓപ്ഷൻ എ സെക്സ്, ഓപ്ഷൻ ബി വെയ്റ്റ്, ഓപ്ഷൻ സി ഏജ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. അപ്പം ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റായിട്ട് ആൻസർ. ഓൾ ഓഫ് ദീസ്. നമ്മുടെ ബോഡിയിലെ BMRനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് സെക്സ്, വെയ്റ്റ്, ഏജ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ. വേർ വാസ് ഫസ്റ്റ് ഫുഡ് പിരമിഡ് പബ്ലിഷ്ഡ്? എവിടെയാണ് ആദ്യമായിട്ട് ഫുഡ് പിരമിഡ് പബ്ലിഷ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ USA, ഓപ്ഷൻ ബി ബ്രിട്ടൻ, ഓപ്ഷൻ സി സ്വീഡൻ, ഓപ്ഷൻ ഡി ചൈന. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, സ്വീഡൻ. സ്വീഡനിലാണ് ആദ്യമായിട്ട് ഫുഡ് പിരമിഡ് പബ്ലിഷ് ചെയ്തത്. നമുക്കറിയാം ഫുഡ് പിരമിഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വേണം ആഹാരം, ഓരോ ആഹാരവും എത്തൊക്കെ അളവിൽ വേണം കഴിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു പിക്ചറൽ റെപ്രസെൻറ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. 4 ഫുഡ് പിരമിഡ് ഉണ്ട്, 5 ഫുഡ് പിരമിഡ് ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 11 ഉണ്ട്, അങ്ങനെ ഉണ്ട്. ബേസിക്കലി നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്ന ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്, അതുപോലെ തന്നെ മിൽക്ക്, മീറ്റ്, നോൺ വെജ് ഐറ്റംസ്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും, പിന്നെ നമ്മുടെ ഓയിൽ, ഷുഗർ, അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ ഇത് ഓരോന്നും നമ്മുടെ പ്ലേറ്റിൽ എത്രത്തോളം അളവിൽ വേണം നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടതെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു പിക്ചറൽ റെപ്രസെൻറ്റേഷനാണ് ഫുഡ് പിരമിഡ് എന്ന് പറഞ്ഞാൽ. ഇനി 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വെയർ ദ ഒബ്ജക്റ്റീവ്സ് ടു റിലീസ് ഫുഡ് പിരമിഡ് ഇൻ 2002? 2002 ഈ ഫുഡ് പിരമിഡ് റിലീസ് ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഓപ്ഷൻ എ പ്രിവെൻറ്റ് ഒബീസിറ്റി തടയണം എന്ന ലക്ഷ്യത്തോടെയാണോ? ഓപ്ഷൻ ബി ഇംപ്രോപ്പർ ന്യൂട്രീഷൻ, ഒരു കൂട്ടം ആൾക്കാർക്ക് എങ്ങനെ വേണം ന്യൂട്രീഷൻ എടുക്കേണ്ടത്, ആഹാരം ഏത് ക്രമത്തിൽ വേണം എടുക്കേണ്ടത് എന്നറിയാതെ ഇംപ്രോപ്പർ ന്യൂട്രീഷൻ കാരണമാണോ? ഓപ്ഷൻ സി ക്രോണിക് ഡിസീസസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ ഒക്കെ ആ ഒരു പെർസെൻറ്റേജ് കൂടി വരിക. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. അപ്പം ഡൗട്ടൊന്നും വേണ്ട, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ശരിക്കും ഈ ആഹാരം, ബാലൻസ്ഡ് ഡയറ്റിനെ കുറിച്ചോ ന്യൂട്രീഷ്യസ് ഫുഡിനെ കുറിച്ചോ ഒന്നും ആൾക്കാർക്ക് അത്ര വലിയ അറിവൊന്നും ഇല്ലാതിരുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനും ആഹാരം സമീകൃതമായ രീതിയിൽ ഓരോന്നും എത്രത്തോളം അളവിൽ കഴിക്കണമെന്ന് അറിയാനുമൊക്കെയാണ് ഈ ഫുഡ് പിരമിഡൊക്കെ റിലീസ് ചെയ്തത്. ഇനി 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് ദാറ്റ് അറൈസസ് ഫ്രം ഇൻകംപ്ലീറ്റ് ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ പൂർണ്ണമല്ലാതെ വരുന്ന അവസരത്തിൽ നമ്മുടെ ആരോഗ്യത്തിന് വരുന്ന ഒരവസ്ഥയെ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻ എ മാൽ ന്യൂട്രീഷൻ, ഓപ്ഷൻ ബി ഓവർ ന്യൂട്രീഷൻ, ഓപ്ഷൻ സി അണ്ടർ ന്യൂട്രീഷൻ, ഓപ്ഷൻ ഡി ഡെഫിഷ്യൻസി. അപ്പം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ മാൽ ന്യൂട്രീഷൻ ആണ്. നമ്മുടെ ശരീരത്തിൽ ആഹാരം പ്രോപ്പറായിട്ട് കിട്ടിയില്ലെങ്കിൽ വരുന്ന ഒരവസ്ഥയാണ് മാൽ ന്യൂട്രീഷൻ. ഓവർ ന്യൂട്രീഷനും അണ്ടർ ന്യൂട്രീഷനും ഡെഫിഷ്യൻസിയും ഇതെല്ലാം മാൽ ന്യൂട്രീഷനിൽ വരുന്നതാണ്. ഇവിടെ ആഹാരം, നമുക്ക് വേണ്ടുന്ന പോഷകാഹാരം ശരിയായ രീതിയിൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കാതെ വരുന്ന ഒരവസ്ഥ. നമുക്ക് 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് PEM? PEMൻ്റെ ഫുൾ ഫോമാണ് പ്രോട്ടീൻ എലർജി മാൽന്യൂട്രീഷൻ. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ക്വാഷിയോർക്കർ, ഓപ്ഷൻ ബി മരാസ്മസ്, ഓപ്ഷൻ സി മരാസ്മിക് ക്വാഷിയോർക്കർ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ആണ് ഈ പറഞ്ഞ ക്വാഷിയോർക്കറും മരാസ്മസും മരാസ്മിക് ക്വാഷിയോർക്കറും എല്ലാം. അപ്പം ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നമുക്ക് 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പാർട്ട് ഓഫ് ബോഡി സ്വെൽസ് ഇൻ ക്വാഷിയോർക്കർ? ക്വാഷിയോർക്കർ വരുന്ന അവസ്ഥയിൽ ഏത് ഭാഗമാണ് നീര് വെച്ച് വീർക്കുന്നത്? അപ്പം ഈ ക്വാഷിയോർക്കറും മരാസ്മസും മരാസ്മിക് ക്വാഷിയോർക്കറും ഒക്കെ മെയിനായിട്ടും കുഞ്ഞുങ്ങളെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അബ്ഡോമൻ, ഓപ്ഷൻ ബി ആംസ്, ഓപ്ഷൻ സി ലെഗ്സ്, ഓപ്ഷൻ ഡി നെക്ക്. അബ്ഡോമൻ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. വയറ് വീർത്ത് വരുന്നൊരവസ്ഥ നീര് വെച്ചിട്ട്. ഫാറ്റി ലിവറും കാണും, ഡയേറിയ കാണും, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും കാണും. അപ്പം ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, അബ്ഡോമൻ. അബ്ഡോമൻ ആണ് നീര് വെച്ച് വരുന്നൊരു സാഹചര്യം കാണുന്നത്. ഇനി മരാസ്മസ് ഒക്യോസിൻ. മരാസ്മസ്
ആർക്കാണ് കാണുന്നത്? ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞു, അഡൾട്ട്, ചിൽഡ്രൻ, വിമൻ ഓൺലി, എൽഡർലി പീപ്പിൾ. ഓപ്ഷൻ ബി ചിൽഡ്രൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കുട്ടികളിലാണ് ഇത് കാണപ്പെടുന്നത്. അടുത്തത്, കാൽസ്യം ഡെഫിഷ്യൻസി അഫക്ട്സ് ദ. കാൽസ്യത്തിൻ്റെ കുറവ് നമ്മുടെ ശരീരത്തിന് ഏത് ഭാഗത്താണ് അഫക്റ്റ് ചെയ്യുന്നത്? 43ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ സ്കെലറ്റൽ സിസ്റ്റം, ഓപ്ഷൻ ബി സർക്കുലേറ്ററി സിസ്റ്റം, ഓപ്ഷൻ സി നെർവസ് സിസ്റ്റം, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. അറിയാം, കാൽസ്യം മെയിനായിട്ട് നമ്മുടെ ബോൺ ഡെൻസിറ്റി, സ്കെലറ്റൽ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തെ കൂടുതൽ സഹായിക്കാനാണ് കാൽസ്യം നമ്മൾ കഴിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ കാൽസ്യം ഡെഫിഷ്യൻസി അഫക്റ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? സ്കെലറ്റൽ സിസ്റ്റത്തിലായിരിക്കും. അടുത്തത്, കാൽസ്യം ഡെഫിഷ്യൻസി ക്യാൻ ലീഡ് ടു. കാൽസ്യത്തിൻ്റെ കുറവ് എന്തിലേക്ക് നമ്മളെ നയിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓസ്റ്റിയോപോറോസിസ്, ഓപ്ഷൻ ബി റിക്കറ്റ്സ്, ഓപ്ഷൻ സി ടെറ്റനി, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ്. ഈ ഓസ്റ്റിയോപോറോസിസും റിക്കറ്റ്സും ടെറ്റനിയും ഒക്കെ കാൽസ്യത്തിൻ്റെ കുറവ് കാരണം നമ്മുടെ ബോണിൻ്റെ ഡെൻസിറ്റി കുറയുകയും ബോൺ ബ്രിട്ടിലാകുകയും പെട്ടെന്ന് ഫ്രാക്ചർ ഉണ്ടാവാനും ഒക്കെയുള്ള സാധ്യത കൂട്ടുന്ന അസുഖങ്ങളാണ്. ഇനി 45ാമത്തെ നോക്കാം. വാട്ട് ഡസ് അയഡിൻ ഡെഫിഷ്യൻസി കോസ്? അയഡിൻ്റെ കുറവ് എന്താണ് വരുത്തി തീർക്കുന്നത്, എന്തിലേക്ക് നയിക്കും എന്നതാണ് 45ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അനീമിയ, ഓപ്ഷൻ ബി ടെറ്റനി, ഓപ്ഷൻ സി ഗോയിറ്റർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ഗോയിറ്റർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അയഡിൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് തൈറോയിഡിലാണ്. അപ്പോൾ തൈറോയിഡിൻ്റെ ഒരു അസുഖമാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. തൈറോയിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്നതാണ്. അത് ബാധിക്കാനുള്ള റീസൺ അയഡിൻ ഡെഫിഷ്യൻസി മൂലമാണ്. ഓക്കെ, നമുക്ക് 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഡിസീസസ് ഈസ് കോസ്ഡ് ബൈ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി? വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ നൈറ്റ് ബ്ലൈൻഡ്നെസ്, ഓപ്ഷൻ ബി ടോട്ട് സ്കിൻ ഡിസീസസ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി. വൈറ്റമിൻ എ മെയിനായിട്ട് നമുക്ക് വിഷന് സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ്. നൈറ്റ് ബ്ലൈൻഡ്നെസ്സും ടോട്ട് സ്കിൻ ഡിസീസസും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനാണ് ഇത് സഹായിക്കുന്നത്. അടുത്തത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്കർവി ഈസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ? ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ വൈറ്റമിൻ ഡി, ഓപ്ഷൻ ബി വൈറ്റമിൻ ഇ, ഓപ്ഷൻ സി വൈറ്റമിൻ സി, ഓപ്ഷൻ ഡി വൈറ്റമിൻ കെ. സ്കർവി എന്ന അസുഖം വൈറ്റമിൻ സി അഥവാ അസ്കോർബിക് ആസിഡ് അതിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അപ്പം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോമൺ സിംറ്റം ഓഫ് ബെറിബെറി ഇൻക്ലൂഡ്സ്. ബെറിബെറിയുടെ കോമൺ സിംറ്റം. ഓപ്ഷൻ എ വെയിറ്റ് ലോസ്, ഓപ്ഷൻ സി വീക്ക്നെസ് ആൻഡ് പെയിൻ ഇൻ ലിംബ്, ഓപ്ഷൻ സി ഇറഗുലർ ഹാർട്ട് റേറ്റ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദീസ്. ഇതെല്ലാം ബെറിബെറിയുടെ സിംറ്റംസ് ആണ്. ബെറിബെറി 2 ടൈപ്പ് ഉണ്ട്. വെറ്റ് ബെറിബെറി ഉണ്ട്, ഡ്രൈ ബെറിബെറി ഉണ്ട്. ഇനി 49ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നിയാസിൻ ഡെഫിഷ്യൻസി കോസസ്. നിയാസിൻ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖം ഏത്? ഓപ്ഷൻ എ പെല്ലേഗ്ര, ഓപ്ഷൻ ബി സ്കർവി, ഓപ്ഷൻ സി ഓസ്റ്റിയോപോറോസിസ്, ഓപ്ഷൻ ബി ബെറിബെറി. സ്കർവി നമ്മൾ ഓൾറെഡി പറഞ്ഞു വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസിയാണ്. അപ്പം നിയാസിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖമാണ് ഓപ്ഷൻ എ പെല്ലേഗ്ര. പെല്ലേഗ്രയാണ് നിയാസിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖം. ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. RDI ഈസ് ബേസ്ഡ് ഓൺ. RDI റെക്കമെൻഡഡ് ഡയറ്ററി ഇൻടേക്ക്. അപ്പം റെക്കമെൻഡഡ് ഡയറ്ററി ഇൻടേക്ക് എന്തൊക്കെ ബേസ് ചെയ്തിട്ടാണ്? ഓപ്ഷൻ എ സെക്സ്. ശരിയാണ് അല്ലേ? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടുന്ന, അല്ലെങ്കിൽ കുട്ടികളാണെങ്കിലും ആൺകുട്ടികളും പെൺകുട്ടികൾക്കും വേണ്ടുന്ന ഓരോ ന്യൂട്രിയൻ്റെയും അളവ് വ്യത്യാസമാണ്. ഓപ്ഷൻ ബി ഏജ്. എൽഡർലി പീപ്പിളിന് വേണ്ടുന്ന റിക്വയർമെൻ്റ് അല്ല അഡൾട്ടിൻ്റെ റിക്വയർമെൻ്റ് അല്ല ചിൽഡ്രൻ്റെ റിക്വയർമെൻ്റ് അല്ല പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക്. അങ്ങനെ ഓരോന്നിനും വ്യത്യാസം വരും. ഓപ്ഷൻ സി ബോഡി സൈസ്. ഇപ്പോൾ കുറച്ച് ഒബീസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അളവ് കുറയ്ക്കണം, കാലറിയൊക്കെ കുറയ്ക്കണം. കുറച്ച് ഡെഫിഷ്യൻസി ആയിട്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ ആ പർട്ടിക്കുലർ ന്യൂട്രിയൻ്റ് ഏതാണോ അത് കൂട്ടണം. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. അപ്പം RDI എന്തിൻ്റെ ബേസിസിലാണ്? ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും ബേസിസിലാണ് RDI. ഇത് കൂടാതെ വരുന്ന ഫാക്ടേഴ്സാണ് നമ്മുടെ RDI തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഫിസിക്കൽ കണ്ടീഷൻ. അതുപോലെ തന്നെ ഫിസിക്കൽ കണ്ടീഷൻ, നമ്മുടെ ജോബ്, ഹെവി വർക്കറാണോ, സെഡൻറ്ററി വർക്കറാണോ, ലൈറ്റ് വർക്കറാണോ, ഇതെല്ലാം RDI റെക്കമെൻഡ് ഡയറ്ററി ഇൻടേക്കിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത 50 ക്വസ്റ്റ്യൻസ്.
കൺഫ്യൂഷൻ ഉണ്ടാവാൻ ഉള്ള ടൈപ്പല്ല. നമ്മളെല്ലാം കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ആണ്. അത് നമുക്ക് അടുത്തൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്